ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോൾ ഒരു പാടത്ത് കൊയ്ത്ത് നടക്കുന്നു മെഷീൻ വെച്ച്. അപ്പോൾ ആ കൊയ്ത്ത് അകലേന്നൊരു മെഷീൻ വരുന്നു, ട്രാക്ടർ പോലത്തെ കൊയ്ത്ത് മെഷീൻ വരുന്നു. അത് ഒരു സൈഡിൽ കൊണ്ട് ഇങ്ങനെ നെല്ല് ഇങ്ങനെ കൂട്ടിയിടുന്നു. ഒരു പൈപ്പ് വഴി ഇങ്ങനെ ഊർന്നു വരും. ഊർന്നു വന്നിങ്ങനെ മല പോലെ ഇങ്ങനെ നെല്ല് കൂട്ടി കൂട്ടി ഇടുക ഇങ്ങനെ ഓരോരോ വണ്ടികൾ വന്ന്. അതിനുശേഷം അത് ത്രാസിൽ തൂക്കി ഒരു ചാക്കിനകത്താക്കുന്നു. കുറേ ആൾക്കാർ ചുമന്നത് വണ്ടിയിലേക്ക് കയറ്റുന്നു. നാഷണൽ പെർമിറ്റ് ലോറിയുണ്ട്, വലിയ ലോറിയിലേക്ക് കയറ്റുന്നു. അത് കയറ്റി കഴിയുമ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഏകദേശം ഒരു അന്തരീക്ഷം മാറി, ഒരു മഴയുടെ ഇതുപോലെ വരുന്നുണ്ട്. കാർമേഘങ്ങളൊക്കെ മൂടി. ആ സമയത്ത് വണ്ടിക്കാരൻ മുകളിൽ കയറി ആ ഷീറ്റെല്ലാം ഇട്ട് അത് മൂടാനുള്ള സംവിധാനങ്ങൾ ചെയ്തു. ഈ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു ചെറിയ ട്രാക്ടർ അതിലേ പോകുന്നു. അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ കൊയ്ത്ത് മെഷീനില്ലേ, കൊയ്ത്ത് മെഷീൻ കൊയ്തു പോണതിൻ്റെ പുറകെ ഈ ചെറിയൊരു ട്രാക്ടർ പോലത്തെ ഈ ഒരു സാധനം ഇങ്ങനെ പോകും. നെല്ല് ഉതിർത്ത് പോയി കഴിയുമ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്ന കച്ചിയും അതിൻ്റെ പൊക്കത്തിൽ നിൽക്കുന്ന കറ്റയും ഉണ്ടല്ലോ, ഈ കറ്റയും ഈ കടന്ന് കിടക്കുന്ന കച്ചിയും കൂടെ ഇത് വലിച്ചെടുക്കും. ഈ വണ്ടി ഇങ്ങനെ ഓടിപ്പോകും. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വലിച്ച് ചുറ്റി ചുറ്റി അകത്തേക്ക് എടുത്തിട്ട് ഒരു റോള് പോലെയാകും. അതിൻ്റെ ബാക്കിൽ വെച്ച് അതിങ്ങനെ റോള് പോലെ ഉരുട്ടിയെടുക്കും. എന്നിട്ട് അതിനകത്ത് തന്നെ ഒരു നൂലുണ്ട്. ആ നൂല് കൊണ്ട് കെട്ടി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കെട്ടി ആ റോള് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ കുറച്ച് പേര് വന്നതെടുത്ത് റോഡിൽ കൊണ്ട് ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. അടുക്കി വെച്ചതിന് ശേഷം പിന്നെ വണ്ടിയിൽ കയറ്റി അവർ കൊണ്ടുപോവുകയാണ്. വണ്ടി ഒരു 10 മീറ്റർ ഓടി കഴിയുമ്പോൾ ഒരു റോള് കിട്ടും. പിന്നെ ഒരു 10 മീറ്റർ ഓടി കഴിയുമ്പോൾ പിന്നെ ഒരു റോള് കിട്ടും. ഇങ്ങനെ ഓരോ 10 മീറ്ററിലും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ കച്ചിയാണ് നമ്മളുടെ വീടുകളിലൊക്കെ പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. പക്ഷേ അന്ന് കണ്ട സമയത്തൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇതിങ്ങനെ റോളാക്കണമെന്നുള്ള കാര്യം. ഇതിപ്പോൾ നമ്മൾ നേരിൽ കണ്ടപ്പോഴാണ് ഇതിങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലായത്.